അഭയം തേടി തന്റെ മുന്നിലെത്തുന്നവരെ കൈവിടാത്ത അമ്മയെപ്പോലെയാണ് ദേവി മൂകാംബിക. അനേകായിരങ്ങൾക്ക് രക്ഷകയായി ദേവി കൊല്ലൂരിൽ കുടികൊള്ളുന്നു. ദേവി തന്നെ കൈപിടിച്ചുയർത്തിയ അനുഭവ കഥകൾ ഓരോ ദേവീഭക്തനും പറയാനുണ്ടാകും. പ്രപഞ്ചത്തിന്റെ പ്രാഥമിക ഊർജത്തെ പ്രതിനിധീകരിക്കുന്ന ആദിപരാശക്തിയുടെ രൂപമാണ് മൂകാംബിക ദേവിക്ക്. ഹിന്ദുമതത്തിൽ ശക്തി, ജ്ഞാനം, സംരക്ഷണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദിവ്യ സ്ത്രീലിംഗത്തെ ആരാധിക്കുന്നത് ഒരു അടിസ്ഥാന സമ്പ്രദായമാണ്. ദേവീയാരാധനയുടെ ഈ സാർവത്രിക സങ്കല്പം കേരളീയരിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു. അവർ ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നിവ ഉൾപ്പെടെ വിവിധ രൂപങ്ങളിൽ ആദിപരാശക്തിയെ ആരാധിക്കുന്നു. വർഷങ്ങളായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നിരവധി അത്ഭുതങ്ങൾക്കും ദിവ്യാനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടത്രേ. ദേവിയുടെ സാന്നിധ്യവും അനുഗ്രഹവും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതായി നിരവധി ഭക്തർ അവകാശപ്പെടുന്നു. ഈ കഥകളും അനുഭവങ്ങളും ഭക്തരുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അമ്മയിൽ ആശ്വാസം തേടാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും സമാധാനമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആരും ദുഃഖിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ദുഃഖമില്ലാതാക്കാൻ മിക്കവരും ദൈവത്തെയാണ് ആശ്രയിക്കുക. ദൈവവിശ്വാസവും ഭക്തിയും നമ്മുടെ ചിന്തകളെ ദുഃഖങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിട്ട് ശാന്തിയും സന്തോഷവും നൽകും. നാം കാണുന്ന ശരീരത്തിനു പുറമെ നമ്മുടെ ഉള്ളിൽ ആത്മാവെന്നൊരു അദൃശ്യമായ ശക്തിയുണ്ടെന്നും അതിനെ തകർക്കുക അസാധ്യമെന്നും ആ ആത്മാവിന് സന്തോഷവും സമാധാനവും കിട്ടാൻ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും പറയുന്ന ഒരു വാദമുഖമാണ് ആത്മീയത. അവസാനത്തെ അറിവായ ആത്മജ്ഞാനത്തിൽ മനസ്സിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും വ്യക്തി പൂർണ്ണമായും ബോധമായി പരിണമിക്കുകയും ശരീരത്തിൽ നിന്നും സ്വതന്ത്രമായ അസ്തിത്വമായി മാറുകയും ചെയ്യും. ഇതിനെയാണ് നാം ആത്മീയ പുനർജനനം അഥവാ ബോധോദയമെന്നും മോക്ഷമെന്നുമൊക്കെ പറയുന്നത്. മനുഷ്യർക്ക് ആത്മസംതൃപ്തി നേടുവാൻ കഴിയുന്ന അവസാന അറിവാണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനം ഓരോ വ്യക്തിയും സ്വയം അന്വേഷിച്ചറിയേണ്ടതാണ്. ഒരാശയം കൊണ്ട് നിർവചിക്കാൻ പ്രയാസമുള്ള ആഴത്തിലുള്ള വ്യക്തിപരമായ ആശയമാണ് വിശ്വാസം. ഹൃദയത്തെ ശുദ്ധീകരിക്കാനും അതിൽ നിന്ന് ഉത്കണ്ഠകളും ആശങ്കകളും അകറ്റാനുമുള്ള ഒരേ ഒരു മാർഗം ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസമത്രേ. വിശ്വാസം ഒരു തോന്നൽ മാത്രമല്ല, അതൊരു മാനസികാവസ്ഥയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലരും ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നത്. മൂകാംബിക ദേവിയുടെ ഭക്തരുടെ വിശ്വാസം എങ്ങനെ അവരുടെ ജീവിതത്തെ മികച്ചതാക്കി മാറ്റുന്നുവെന്ന് നമുക്ക് നോക്കാം. ചലച്ചിത്ര നടനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന MGR എന്ന MG രാമചന്ദ്രൻ തന്റെ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി സന്ദർശിച്ചത് മൂകാംബിക ക്ഷേത്രമായിരുന്നു. അദ്ദേഹം മൂകാംബിക ദേവിക്കൊരു സ്വർണ്ണവാൾ സമ്മാനിച്ചു. ഗായകൻ യേശുദാസ് തന്റെ ജന്മദിനത്തിൽ കുടുംബത്തോടൊപ്പം ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. സരസ്വതി മണ്ഡപത്തിൽ അദ്ദേഹം പാടാറുമുണ്ട്. ദേവി മൂകാംബികയെ സ്തുതിക്കുന്ന നിരവധി ഗാനങ്ങളും അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അമിതാഭ് ബച്ചൻ, സച്ചിൻ ടെണ്ടുൽക്കർ, ഐശ്വര്യ റായ്, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത തുടങ്ങി നിരവധി സ്വദേശികളും വിദേശികളുമായ VIP-കളും മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചവരിൽ പെടുന്നു. സംഗീതജ്ഞനായ ഇളയരാജ മൂകാംബികയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ അദ്ദേഹം തന്റെ സംഗീത ടീമുമൊത്ത് മൈസൂരിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വൈദ്യനാഥനും കൂടെ ഉണ്ടായിരുന്നു അത്രേ. വൈദ്യനാഥൻ മൈസൂരിൽ നിന്ന് മൂകാംബികയ്ക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇളയരാജയ്ക്ക് അതിൽ അത്ര താല്പര്യം തോന്നിയില്ല. പ്രോഗ്രാമിന് ശേഷം തിരികെ നാട്ടിലേക്ക് പോകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ താമസിയാതെ ഇളയരാജയ്ക്ക് പനി തുടങ്ങിയത്രേ. ആദ്യം അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ പനി കൂടിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ പോകാനൊന്നും അദ്ദേഹം കൂട്ടാക്കിയതുമില്ല. പനി തനിയെ മാറുമെന്ന് കരുതി റൂമിൽ റെസ്റ്റ് ചെയ്തു. പിറ്റേന്ന് കൂടെയുള്ളവർ രാവിലെ പുറത്തു പോകാൻ ഒരുങ്ങി. തനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരുടെ ഒപ്പം പോകാൻ ഇളയരാജ തയ്യാറായില്ല. വൈദ്യനാഥൻ പോകുന്നതിന് മുൻപ് മുറി പുറത്തു നിന്നും പൂട്ടി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇളയരാജയുടെ പനി വല്ലാതെ കൂടി. പനിക്കൊപ്പം മറ്റെന്തൊക്കെയോ അസ്വസ്ഥതകൾ കൂടി അദ്ദേഹത്തിനുണ്ടായി. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ അവസ്ഥയിൽ തനിക്ക് അധിക സമയം തുടരാൻ കഴിയില്ല എന്ന് ഇളയരാജയ്ക്ക് മനസ്സിലാവുകയും എത്രയും വേഗം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. മുറി പൂട്ടിയിരിക്കുന്നതിനാൽ താൻ ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയുകയുമില്ല. എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ അദ്ദേഹം കട്ടിലിൽ കിടന്നു. സമയം കഴിയും തോറും അദ്ദേഹത്തിന് അസ്വസ്ഥത ഏറി വന്നു. ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ താൻ താമസിയാതെ മരിച്ചു പോകുമെന്ന് ഇളയരാജയ്ക്ക് തോന്നി. വൈദ്യനാഥൻ തിരികെ വന്നപ്പോൾ ഇളയരാജ അവശനിലയിലായിരുന്നു. താൻ മൂകാംബികയിലേക്ക് പോവുകയാണ് എന്ന് വൈദ്യനാഥൻ ഇളയരാജയോട് പറഞ്ഞു. എന്നാൽ ഞാനും വരാമെന്ന് യാതൊരു ആലോചനയുമില്ലാതെ ഇളയരാജയും പറഞ്ഞു അത്രേ. ആ നിമിഷം തന്നെ തന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ ഇളയരാജയ്ക്ക് തോന്നി. താമസിയാതെ അദ്ദേഹത്തിന്റെ അസുഖത്തിന് വലിയ ശമനമുണ്ടായി. അവർ രണ്ടുപേരും ഒരുമിച്ച് മൂകാംബികയിൽ പോയി ദേവിയെ തൊഴുതു. മൂകാംബിക ദേവിയുടെ അത്ഭുത പ്രവൃത്തികൾ ഇങ്ങനെ നിരവധിയാണ്. പറഞ്ഞാലും തീരാത്തത്ര കഥകളാണ് ഭക്തർക്ക് പറയാനുള്ളത്. തന്നെ ആശ്രയിക്കുന്നവരെയും അഭയം പ്രാപിക്കുന്നവരെയും മൂകാംബിക ദേവി ഒരിക്കലും കൈവിടില്ല എന്നതാണ് വിശ്വാസം. അതിന്റെ 100 ഉദാഹരണങ്ങൾ
മൂകാംബിക ഭക്തർക്ക് പറയാനുമുണ്ട്.